Dear students, good morning to all. Today we are going to study some of the activities in the first unit, Life with the Grandfather. Let us study the first activity. Look at the question. Go through the concept maps on Raja's family and his homestead. ഇവിടെ രാജയുടെ ഫാമിലിയും അവൻ്റെ വീട്ടിലുള്ള ചുറ്റുപാടിനെ കുറിച്ചുമാണ് പറയുന്നത്. അപ്പോൾ ഒരുപാട് സർക്കിൾസ് കൊടുത്ത് കാണാൻ പറ്റുന്നില്ലേ? അത് നടുവിലെ സർക്കിളിൽ എന്താ പറഞ്ഞിരിക്കണേ? രാജ എന്ന് മാത്രമല്ല അവൻ്റെ ക്യാരക്ടറും പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടർ എന്താ? നോട്ടിയാണ്, ഒരു വികൃതി കുട്ടിയാണ് രാജ. പിന്നെ അവൻ്റെ വീട്ടിൽ താമസിക്കുന്ന there are 3 ക്യാരക്ടേഴ്സാണ് അല്ലേ? നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് ഗ്രാൻഡ് ഫാദർ. ആ ഗ്രാൻഡ് ഫാദറിൻ്റെ പ്രത്യേകത എന്താണ്? ടോൾ ആൻഡ് സ്ട്രോങ്, നല്ല ഹൈറ്റും നല്ല വെയിറ്റൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനാണ്. പിന്നെ പറഞ്ഞത് ഗ്രാൻഡ് മദറാണ്. ഗ്രാൻഡ് മദറിൻ്റെ പ്രത്യേകത ലവിങ് ആൻഡ് കെയറിങ് ആണ്, നല്ല സ്നേഹവും ശ്രദ്ധയൊക്കെയുള്ള ഒരു മുത്തശ്ശി. പിന്നെ അങ്കിൾ ഈസ് ഫ്രണ്ട്ലി, അവരോട് നല്ല ഫ്രണ്ടായിട്ടാണ് അങ്കിൾ പെരുമാറുന്നത്. ഇനി അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് രാജാസ് ഹോം, രാജയുടെ വീട്ടിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ രാജയുടെ വീട്ടിൽ എന്തൊക്കെയുള്ളത്? മെനി ടാങ്ക്സ് പറഞ്ഞതാണ്, അവൻ്റെ തോട്ടത്തിൽ ഒരുപാട് ഫിഷും ടാങ്കൊക്കെ ഉണ്ട് എന്നുള്ളത്. പിന്നെ ട്രീസ് ഗാർഡൻ അല്ലേ, ട്രീസ് ഉണ്ട്, ഗാർഡൻ ഉണ്ട്, കൗ ഷെഡ് ഉണ്ട്, തൊഴുത്തുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണുള്ളത്? ബേഡ്സ്, ആനിമൽസ്, റെപ്റ്റൈൽസ്, ഇതിനൊക്കെ അവൻ എപ്പോഴും വാച്ച് ചെയ്യാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്, അവരുടെ കൂടെ കളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പ്രിപ്പയർ കൺസെപ്റ്റ് മാപ്പ് അബൌട്ട് യുവർ ഓൺ ഫാമിലി. സ്വന്തം ഫാമിലിയെക്കുറിച്ചുള്ളൊരു കൺസെപ്റ്റ് മാപ്പ് തയ്യാറാക്കാനാണ്. ആദ്യം നിങ്ങൾ മൈസെൽഫ് എന്നുള്ള സ്ഥലത്ത്, ഇവിടെ രാജ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അവിടെ മൈസെൽഫ് ആരാണ്? സ്വന്തം പേര് കൊടുക്കുക, ഒരു ക്യാരക്ടറും കൊടുക്കുക. ക്യാരക്ടർ എന്ത് കൊടുക്കാം? സ്റ്റഡിയസ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റഡിയസ് എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പഠിത്തത്തിൽ ശ്രദ്ധയൊക്കെയുള്ള കുട്ടി അല്ലേ? അല്ലെങ്കിൽ ലവിങ് ആണെങ്കിൽ ലവിങ് എന്ന് പറഞ്ഞ് കൊടുക്കാം. ഫ്രണ്ടിൽ നിങ്ങളെല്ലാവരോടും നല്ല സുഹൃത്ത് ഭാവേനയാണെങ്കിൽ ഫ്രണ്ട്ലി എന്ന് കൊടുക്കാം. എല്ലാവരും സിമ്പതറ്റിക് ഉള്ള ആളാണെങ്കിൽ സിമ്പതറ്റിക് എന്ന് കൊടുക്കാം. അപ്പോൾ ഏതാണോ വേണ്ടത് ചിലത് കൊടുക്കുക. പിന്നെ ഫാദറിൻ്റെ സ്ഥാനത്ത് ബ്രാക്കറ്റിൽ ഫാദറിൻ്റെ പേര് കൊടുക്കാം. യൂസുഫ് എന്നാണെങ്കിൽ യൂസുഫ് എന്ന് കൊടുക്കുക, ഷാഫി എന്നാണെങ്കിൽ ഷാഫി എന്ന് കൊടുക്കുക, ഷെരീഫ് എന്നാണെങ്കിൽ ഷെരീഫ് എന്നൊക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫാദറിൻ്റെ സ്വഭാവം സ്ട്രിക്റ്റ് ആണെങ്കിൽ സ്ട്രിക്റ്റ് എന്ന് കൊടുക്കാം അല്ലേ? അതല്ലെങ്കിൽ നല്ല ഫ്രീ ആയിട്ട് ഇടപെടുന്ന ആളാണെങ്കിൽ ഫ്രീ എന്ന് കൊടുക്കാം. ഫ്രാങ്ക്, എല്ലാം തുറന്ന് പറയുന്ന ആളാണെങ്കിൽ ഫ്രാങ്ക് എന്ന് കൊടുക്കാം. പിന്നെ ലവിങ് ആണെങ്കിൽ ലവിങ് എന്ന് കൊടുക്കാം. ഫ്രണ്ട്ലി ആണെങ്കിൽ ഫ്രണ്ട്ലി എന്ന് കൊടുക്കാം. ഏത് വേണമെന്ന് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ഇവിടെ ഫാദറിന് നേരെ ഓപ്പോസിറ്റ് നമുക്ക് കൊടുക്കാം, മദറിനെയാണ് കൊടുക്കേണ്ടത്. മദറിൻ്റെ സ്ഥാനത്തും മദറിന് നേരെ പേര് കൊടുക്കുക. സൈഫുന്നീസ എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. പിന്നെ റസീന, അങ്ങനെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് കൊടുക്കുക. പിന്നെ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കൊടുക്കുക. ചിലപ്പോൾ അച്ഛനേക്കാൾ അല്ലെങ്കിൽ വാപ്പയേക്കാൾ കൂടുതൽ സ്ട്രിക്റ്റ് നിങ്ങൾക്ക് അമ്മയായിരിക്കും അല്ലേ? അപ്പോൾ ലവിങ് ആൻഡ് കെയറിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാൻഡ് മദറിൻ്റെ സ്ഥാനത്ത്. അതേപോലെ നിങ്ങൾക്ക് മദറിൻ്റെ സ്വഭാവം കൈൻഡ്, നല്ല ദയുള്ള ആളാണെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ജെൻറ്റിൽ, നല്ല സ്ത്രീ ആണെങ്കിൽ നമുക്ക് ജെൻറ്റിൽ എന്നൊക്കെ കൊടുക്കാം. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഇപ്പുറത്ത് വേണ്ടത് ബ്രദറോ സിസ്റ്ററോ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേരാണ്. അപ്പോൾ ബ്രദർ എന്ന് കൊടുത്തിട്ട് അതിൻ്റെ നേരെ ബ്രദറിൻ്റെ പേര് കൊടുക്കുക. എന്നിട്ട് ബ്രദറിൻ്റെ സ്വഭാവം മിസ്ചീവസ് ഉണ്ടാവും, വികൃതി കുട്ടികളുണ്ടാവാം, നോട്ടി ബോയ് ഉണ്ടാവാം, അവരും ലവിങ് ഉണ്ടാവാം, അങ്ങനെയൊക്കെ ഉണ്ടാവും, ഫ്രണ്ടിലൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് സിസ്റ്ററിൻ്റെ പേരുണ്ടെങ്കിൽ സിസ്റ്റർ എന്ന് കൊടുക്കുക, സിസ്റ്ററിൻ്റെ പേര് കൊടുക്കാം, അവരുടെ ക്യാരക്ടർ കൊടുക്കാം. പിന്നെ ഇനി വേറെ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ആരോ മാർക്ക് ഇട്ടിട്ട് വരച്ച് കൊടുത്താൽ മതി കേട്ടോ. ആരൊക്കെയാണ് ചിലപ്പം ഇതിൻ്റെ കൂടെ അമ്മ അപ്പപ്പൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയൊക്കെ ആരോ മാർക്ക് ഇട്ടിച്ചിട്ട് ആരൊക്കെയാണ് വീട്ടിലുള്ളത് അവരുടെ പേര് എഴുതി കൊടുക്കുക. ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ ആണെങ്കിൽ അങ്ങനെ, പിന്നെ വേറെ സിസ്റ്റർ ഉണ്ടെങ്കിൽ ആ സിസ്റ്ററിൻ്റെ പേര് കൊടുക്കുക, അങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പം ഇനി യങ്ങർ സിസ്റ്ററാണ് എൽഡർ സിസ്റ്ററാണെന്നൊക്കെ കൺഫ്യൂഷൻ വരികയാണെന്നൊക്കെ പറയാം. എൽഡർ സിസ്റ്റർ ചേച്ചി, അതായത് താത്തയ്ക്ക് എൽഡർ സിസ്റ്റർ എന്നാണ് പറയാം. അനിയത്തിക്ക് എന്താ പറയുക? യങ്ങർ സിസ്റ്റർ എന്നാണ് പറയാം കേട്ടോ. അവർ രണ്ടും മനസ്സിലാക്കി വയ്ക്കുക. അതേപോലെ തന്നെ ബ്രദർ, എൽഡർ ബ്രദർ ആണെങ്കിൽ കാക്കാക്ക് എൽഡർ ബ്രദർ എന്ന് പറയും, ബ്രദർ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അനിയനാണെങ്കിൽ എന്ത് കൊടുക്കുക? യങ്ങർ ബ്രദർ എന്ന് കൊടുക്കുക. അപ്പോൾ ഈ രീതിക്ക് നമുക്ക് എഴുതി വെച്ചാൽ വളരെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മൈ ഹോം, വീട്ടിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ചില ആൾക്കാരുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? ഫിഷ് ഉണ്ടാവും, പെറ്റ് ആനിമൽസ് ഉണ്ടാവും അല്ലേ? പെറ്റ് ആനിമൽസ് എന്നാൽ വല്ല പീജിയൺ, പെറ്റ് ബേഡ്സ് ഉണ്ടാവും, പീജിയൺ ഉണ്ടാവാം, പിന്നെ ക്യാറ്റ് ഉണ്ടാവാം, ലവ് ബേഡ്സ് ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ എഴുതിക്കുക. പിന്നെ ട്രീസ് ഒരുപാടുള്ള വീടുകളുണ്ടാവാം, ഗാർഡൻ ഉണ്ടാവാം, വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാവാം, പച്ചക്കറി തോട്ടം അല്ലേ?
അപ്പോൾ പിന്നെ കിണറുണ്ടാവാം, എന്തൊക്കെയാണോ വീട്ടിനകത്തുള്ള സംഭവങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് എഴുതിക്കാം. ഇനി കൗ ഷെഡ്, അതായത് ആട് പോത്ത് ഇങ്ങനത്തെ സംഭവങ്ങളിലവർക്ക് തൊഴുത്തുണ്ടാവും. അപ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കാം. മനസ്സിലായല്ലോ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത്. ഇനി നിങ്ങൾ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് യൂസിങ് ദ ഹിൻസ് ഫ്രം ദ കൺസെപ്റ്റ് മാപ്പ് യു ഹാവ് പ്രിപ്പയർഡ്. അപ്പോൾ നമ്മളൊരു പ്രിപ്പയർ ചെയ്തു ഒരു കൺസെപ്റ്റ് മാറ്റ്. ആ മാപ്പ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തയ്യാറാക്കണം. അപ്പോൾ വിവരണം തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കണം, മൈ ഫാമിലി എന്നൊക്കെ പറഞ്ഞിട്ട്. എങ്ങനെയാണ് നമ്മൾ വിവരണം തയ്യാറാക്കേണ്ടത്? അപ്പോൾ എക്സാമ്പിൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ ഫാമിലി. അപ്പോൾ മൈ ഫാമിലി എന്ന് ഹെഡിങ് കൊടുക്കുക. ഐ ആം, ഒരു ആരാണോ നിങ്ങൾ വെച്ചാൽ അയാളുടെ പേര് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ സ്റ്റഡിയസ് ബോയ് ചെയ്തിട്ടുണ്ട്. സ്റ്റഡിയസ് പറഞ്ഞാൽ നല്ല സ്റ്റഡി ചെയ്യുന്ന പഠിക്കുന്ന കുട്ടി കേട്ടോ. ഗേൾ ആണെങ്കിൽ ഗേൾ എന്ന് കൊടുക്കാം. പിന്നെ ഐ ലീവ് വിത്ത് മൈ, ആരൊക്കെ കൂടിയാണോ ജീവിക്കുന്നത്. ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ബ്രദർ ഉണ്ട്. മൈ ബ്രദർ ഈസ് മിസ്ചീവസ് ബോയ്. മിസ്ചീവസ് എന്ന വികൃതി കുട്ടിയാണ്. ഹീ ഈസ് സ്റ്റഡിങ് ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മൈ ഫാദർ ഈസ് എ ലവിങ് പേഴ്സൺ ആൻഡ് എവറി ഡേ ഹീ ബ്രിങ്സ് ചോക്ലേറ്റ് ഫോർ മൈ ബ്രദർ ആൻഡ് മീ. അപ്പോൾ എല്ലാ ദിവസവും എനിക്കും എൻ്റെ സഹോദരനും ചോക്ലേറ്റൊക്കെ കൊണ്ടുതരുന്നുണ്ട്. അങ്ങനത്തെ നല്ലൊരു സ്നേഹമുള്ള വാപ്പയുണ്ട്, അല്ലെങ്കിൽ അച്ഛനുണ്ട് വീട്ടിൽ. മൈ മദർ ഈസ് വെരി സ്ട്രിക്റ്റ്. ഇവിടെ അമ്മയാണ് ഇത് സ്ട്രിക്റ്റ്. മൈ ഗ്രാൻഡ് മദർ ഈസ് ഓൾസോ ലിവ് വിത്ത് അസ്. ഇവിടെ ആരെ കൂടെ താമസിക്കുന്നത്? ഗ്രാൻഡ് മദറും ഇവരുടെ കൂടെ താമസിക്കുന്നുണ്ട് അല്ലേ. ഷീ ഈസ് എക്സ്ട്രീംലി കെയറിങ്. അവർ നല്ല കെയറിങ് ആണ്, നല്ല ശ്രദ്ധയാണ്. വി ലിവ് ഇൻ എ വില്ലേജ്. ഇത് വേണമെന്നില്ല. ഇനി ഇത് വില്ലേജിനെ കുറിച്ച്, അതായത് ഹോം സ്റ്റേഡിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞതാണ്. വി ലിവ് ഇൻ എ വില്ലേജ്. There is a pond behind our house. We have a small garden in front of our house and a number of trees surround our house. There is a paddy field by the side of our house. അപ്പോൾ വീടിൻ്റെയും ഗ്രാമത്തിൻ്റെയും പ്രത്യേകത എഴുതി അല്ലേ. ഇത് നോട്ട് ബുക്കിൽ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് എഴുതി വയ്ക്കാം. ഓക്കെ. ടെക്സ്റ്റ് ബുക്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കൊടുത്താൽ മതി. മൈ സെൽഫ് ഈസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക, പേര് കൊടുക്കാം. പിന്നെ മൈ ഫാദർ ഈസ് എ സ്ട്രിക്റ്റ് പേഴ്സൺ അങ്ങനെ കൊടുക്കാം. ഓരോന്ന് സെൻറ്റൻസ് വെച്ച് മാത്രം ടെക്സ്റ്റിൽ എഴുതി വെച്ചാൽ മതി. ഓക്കെ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയേ. ആക്ടിവിറ്റി 2. Look at the activity 2. Look at the picture given below and fill in the boxes suitably. ഇവിടെ പിക്ചർ കാണാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക് അല്ലേ. എത്ര പിക്ചർ ഉണ്ട്? 1 2 3 4 5 പിക്ചേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന കുറേ സ്ക്വയേഴ്സ്, അതായത് പിന്നെ ഡയലോഗ് എഴുതേണ്ട കോളങ്ങൾ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ, അതായത് രണ്ടാമത്തെ പിക്ചറിന് നേരെ തന്നിരിക്കുന്ന ഡയലോഗ് ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താ പറയുന്നത്? ഹേ ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നതാണ് പറയുന്നത്. ആരാ പറയുന്നത്? മുത്തശ്ശനാണത് പറയുന്നത് അല്ലേ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ ആദ്യത്തിൽ രാജ പറയുന്നൊരു ഡയലോഗാണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. രാജ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഐ വിൽ മേക്ക് എ റെയിൻ, ഞാനിപ്പോൾ മഴ ഉണ്ടാക്കി തരാമെന്നാണല്ലോ പറയണത്. അതാണ് അവൻ കുലുക്കുകയാണ്. എന്തിന്? ഷെയ്ക്ക് ചെയ്യാണ്, മരം ഷെയ്ക്ക് ചെയ്യാണ് അവൻ ചെയ്യുന്നത്. അതുപോലെ അങ്ങനെ ആ സ്റ്റോറിയുടെ ഓർഡർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നത് നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നുള്ള. അപ്പോഴേക്കും കുട്ടി രാജ ഓടുകയാണ്. എന്നൊന്ന് കാണിച്ചു തരാം എന്നുള്ള രീതിക്കാണ് ഓടുന്നത് കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ആര് വീണു? മുത്തശ്ശൻ വീണു. ഓ ഹെൽപ്പ് മീ, ഐ ഹാവ് ബ്രോക്കൺ മൈ ലെഗ്, എൻ്റെ കാല് പൊട്ടി മുറിയായല്ലോ. പിന്നെ നേരെ അവൻ ഇവിടെ കയറിക്കുന്നത് ഇവിടെ ഐ ആം ഹൈഡിങ് ഇൻ ദിസ് ഏരിയ, ഈ തൊഴുത്തിൽ ഒഴിക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ പശുക്കൾ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദ ബോയ് ഡൂയിങ് ഹിയർ? എന്താണ് അവിടെ ആ ചെക്കൻ ചെയ്യുന്നത്? അങ്ങനെ ഉണ്ടാവുമല്ലോ, അവരുടെ സ്ഥലം കയ്യേറിയിക്കല്ലേ ഇവിടെ. പിന്നെ അടുത്തത് അവനെ കാണാതിരുന്നപ്പോൾ മുത്തശ്ശിക്ക് ആകെ വിഷമായി. ആൾക്കാരൊക്കെ കൂടി നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഭാഗം പറയും. ചിലർ കുട്ടിയെന്നല്ല ഹൗ പുവർ ബോയ് ഹി വാസ് എന്ന് പറയുന്നുണ്ടാവാം. ചിലരാണെങ്കിൽ ഹി മൈറ്റ് നോട്ട് ഫ്രൈറ്റൻ ദാറ്റ് ബോയ്, അതായത് ഗ്രാൻഡ് ഫാദർ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവനെ പേടിപ്പിക്കേണ്ടായിരുന്നു എന്ന് അടുത്ത പക്ഷം പറയുന്നുണ്ടാവാം. അങ്ങനെ രണ്ട് രീതിക്ക് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എവിടെയായിരിക്കാം പച്ചക്കൻ, വേർ വിൽ ദ ബോയ് ഹൈഡിങ്, എവിടെയാണ് ഒളിച്ചിരിക്കുന്നതൊക്കെ ഓരോ പക്ഷക്കാർ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞ് മുത്തശ്ശൻ പ്രാർത്ഥിക്കുകയാണ്. അത് നമുക്കറിയാം എന്താ പ്രാർത്ഥിച്ചിരുന്നത്? പ്ലീസ് ഗിവ് മീ മൈ ചൈൽഡ് അല്ലേ, എൻ്റെ കുട്ടിയെ എനിക്ക് തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചല്ലോ. അത് കണ്ട് രാജ പുറത്തേക്ക് വന്നിട്ട് രാജ എന്തായിരിക്കും മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ടാവുക? സോറി പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. ഇനി ഒരിക്കലും ഞാനിങ്ങനെ ഒളിച്ച് നിൽക്കില്ല, ഐ ഡോണ്ട് റിപ്പീറ്റ് ദിസ് എന്നൊക്കെ, ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡയലോഗ് എഴുതേണ്ടത് നോക്കിയേ. ഇതാണ് ആദ്യം രാജ പറയുന്ന ഡയലോഗ്. ഐ വാണ്ട് ടു മേക്ക് എ ഷവർ, ഞാൻ എന്തായാലും മഴ പെയ്യിപ്പിക്കുന്ന പറഞ്ഞത്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് നേരെ ഓപ്പോസിറ്റ് അല്ലേ. വീണ്ടും രാജ പറയാം, ഇഫ് ഐ സ്റ്റേ യു വിൽ ബീറ്റ് മീ, ഐ ആം ഗോയിങ് എവേ. ഞാനിവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ അടിക്കും, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ ഓടുകയാണ്. പിന്നെ വീണ്ടും രാജ പറയുന്നത് എന്താ? ഐ ആം ഗോയിങ് ടു ഹൈഡ് ഹിയർ, ഞാനിവിടെ ഒളിച്ച് നിൽക്കട്ടെ എന്നുള്ള രീതിക്ക് പറയാണ്. അപ്പോൾ
അതിന് മൃഗങ്ങൾ പറയുന്നത് എന്താണ് ആ ചെക്കൻ അവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇനി അടുത്ത ഡയലോഗ് ഏതാ വരുന്നത്? ഹി വാസ് എ ഗുഡ് ബോയ്. ഒരാളെ കാണാതായപ്പോൾ കുട്ടിയെക്കുറിച്ച് ഇങ്ങനെ നല്ലത് പറയുമല്ലോ, അപ്പോൾ നല്ലൊരു കുട്ടിയായിരുന്നു. നോ ഐഡിയ വേർ വിൽ ഹി ബി, നോ എവിടെ ആയിരിക്കും യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇവർ 2 പക്ഷക്കാർ പറയുന്നത്. ഇനി വേണമെങ്കിൽ പറയാം ഹി മൈറ്റ് നോട്ട് ഫ്രൈറ്റൻഡ് ഹിം, അതായത് ഹി മൈറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് ഫാദറിനെയാണ് പറയുന്നത് കേട്ടോ. ഗ്രാൻഡ് ഫാദർ അവനെ പേടിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ഇനി മുത്തശ്ശൻ പ്രാർത്ഥിക്കുകയാണ്, ഗോഡ് പ്ലീസ് ഗിവ് മീ ബാക്ക് മൈ ചൈൽഡ്, എൻ്റെ കുട്ടിയെ തിരിച്ചു താ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ രാജ പറയുന്ന സംഭവം എഴുതിയിരുന്നു, ഗ്രാൻഡ് ഫാദർ ഐ ആം സോറി അല്ലേ, ഞാൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇങ്ങനെ ആവർത്തിക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഗ്രാൻഡ് ഫാദറിനോട് രാജ മനസ്സിൽ പറയുന്ന ഓരോ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് ഡയലോഗ് ആക്കിയിട്ട്. മനസ്സിലായല്ലോ ഡയലോഗ് എന്തൊക്കെയാണെന്നുള്ളത്? ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താ നോക്കാം. നൗ ലെറ്റ് us കംപ്ലീറ്റ് ദ ഫോളോയിങ് ഇവൻറ്റ്സ്. ഇനി കുറച്ച് സംഭവങ്ങളുണ്ട്, അതായത് ആ സ്റ്റോറിയുടെ ഓരോ ഇൻസിഡൻറ്റും ഓരോ സംഭവങ്ങളും അത് ഓർഡറിലാക്കിയിട്ട് നമ്മൾ എഴുതി വെക്കണം. അതിൽ ഫസ്റ്റ് വൺ രാജാ ഷേക്ക്, ഇവൻറ്റ് നമ്പർ 1 അവിടെ എഴുതി കാണാണ്ടോ, രാജാ ഷേക്ക് ദ സാൻഡിൽവുഡ് ട്രീ. അതും ഓർമ്മയുണ്ടല്ലോ, രാജ ആ ചന്ദനമരം പിടിച്ച് കുലുക്കി, റെയിൻ ഡ്രോപ്പ് ഷവർ ഓൺ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അതോടുകൂടി തന്നെ അവൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും മേലേക്ക് വെള്ളം വീണു അല്ലേ. ഇനി ഇവൻറ്റ് നമ്പർ 2, രണ്ടാമത്തെ നമ്മൾ എന്താ എഴുതി വെക്കേണ്ടത്? എന്തായിരുന്നു രണ്ടാമത്തെ ഇൻസിഡൻറ്റ്? ഇത് കണ്ടോടുകൂടി ഗ്രാൻഡ് ഫാദർക്ക് ഹാപ്പിയാണോ ചെയ്തത്? ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി ആൻഡ് റൺ ആഫ്റ്റർ രാജ അല്ലേ. ഗ്രാൻഡ് ഫാദർക്ക് ആകെ ദേഷ്യം വന്നു, രാജയുടെ പിന്നാലെ ഓടി. ഹീ സ്റ്റംബിൾസ് ആൻഡ് ഫോൾസ്, അങ്ങനെ അയാൾ അദ്ദേഹം തട്ടി വീണു. ഇനി മൂന്നാമത്തെ ഇവൻ്റ് എന്താ സംഭവിച്ചത്? രാജ ഹൈഡ്സ് ഇൻ ദ ലോഫ്റ്റ് ഓഫ് ദി കൗഷഡ്, കൗഷഡിൻ്റെ മുകളിൽ ഒളിച്ചിരുന്നു. ഹി ഒബ്സർവ്സ് എവറിതിങ് ഹാപ്പനിങ് അറ്റ് ഹോം, വീട്ടിൽ നടക്കുന്ന എല്ലാ സംഭവവും അവിടെ നിന്ന് നിരീക്ഷിക്കുകയാണ് അവന്. ഇവൻ്റ് 4 എന്താ? പീപ്പിൾ മേക്ക് എ വേരിയസ് കമൻറ്റ്സ് അബൌട്ട് രാജാസ് ഡിസപ്പിയറൻസ്. ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി വിത്ത് ദ പീപ്പിൾ ഗ്യാതേർഡ് ദർ ആൻഡ് ആസ്ക് ദം ടു സെർച്ച് ഫോർ രാധ. അവിടെ ഒരുപാട് ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവിടെ പീപ്പിൾ മേക്സ് വെരി കമൻറ്റ്സ് അബൌട്ട് രാജാസ് ഡിസപ്പിയറൻസ് എന്നുള്ള ആ സംഭവം ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നിട്ടുണ്ട്. അതിനോടുകൂടി ആഡ് ചെയ്യാനുള്ളൊരു കാര്യം കൂടി, ഒരു ലൈനും കൂടി അവിടെ വിട്ടിട്ടുണ്ട്. ആ ലൈനകത്താണ് എന്ത് എഴുതേണ്ടത്? ഗ്രാൻഡ് ഫാദർക്ക് ആ ദേഷ്യം വന്ന ആൾക്കാരിങ്ങനെ ഓരോ കമൻറ്റ് പറഞ്ഞപ്പോൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറഞ്ഞ സംഭവമാണത്. കാരണം ആ കൂടെ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൻ്റെ ഉള്ളിൽ കൂടി ഊതി വീർപ്പിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ കൂടി നിൽക്കുന്നവരോട് ഗ്രാൻഡ് ഫാദർക്ക് ദേഷ്യം വന്നു. ഇത് ലാസ്റ്റ് ഇവൻ്റ് എന്താ? ഗ്രാൻഡ് ഫാദർ പ്രേസ് ടു ഗോഡ്, ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. വെൻ ഹി ഓപ്പൺസ് ഹിസ് ഐസ് ഹി സീസ് രാജ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം, കണ്ണ് തുറന്ന് കണ്ടപ്പോൾ മുന്നിൽ രാജ നിൽക്കുന്നു. രാജാസ് അങ്കിൾ ഹാഡ് ഫൗണ്ട് ഹിം ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ്. ആരാ അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്? രാജയുടെ അങ്കിളാണ് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ ഈ സംഭവം നമ്മളിങ്ങനെ ഓർഡറിലാക്കിയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതുക. നെക്സ്റ്റ് അതിനകത്ത് താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നൗ റീഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ദ ഫസ്റ്റ് ഇവൻറ്റ് ഈസ് ഡെവലപ്ഡ് ഇൻ ടു എ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു ഡ്രാമയോ അതല്ലെങ്കിൽ ഒരു റോൾ പ്ലേ ആക്കണം നമ്മൾ. അങ്ങനെ ആക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡയലോഗ്സ് വേണം അല്ലേ. ഈ സംഭവങ്ങൾക്കൊന്നും ഡയലോഗ് ഉൾപ്പെടുത്തിയിട്ടില്ല, എന്താണ് കാര്യം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഓരോ ഫിലിമോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ടാക്കും. എന്നിട്ടാണ് അതിനകത്തേക്ക് എന്തൊക്കെ കഥാപാത്രങ്ങൾ വേണം, പ്ലേസ് എവിടെ കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ സ്റ്റേജ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്. അപ്പോൾ അവരെ വീട് അല്ലെങ്കിൽ അവരെ ആ തോട്ടം അത് നല്ല ഗാർഡനോട് കൂടിയിട്ടുള്ള നല്ല ഗ്രോവിലാണല്ലോ അവർ താമസിക്കുന്നത്. അങ്ങനെ സ്റ്റേജൊക്കെ ഡെക്കറേറ്റ് ചെയ്തു. രാജ എ 10 year old ബോയ്. അപ്പോൾ അവിടെ ആദ്യം മെയിൻ കഥാപാത്രം എൻട്രി ചെയ്തിട്ടുണ്ട്. എൻറ്റേഴ്സ് ഫ്രം ദി സൈഡ് ഓഫ് ദി സ്റ്റേജ്. അപ്പോൾ സ്റ്റേജിൽ നിന്ന് രാജ കടന്നു വരികയാണ്. അപ്പോൾ രാജയാണ് ആദ്യം ഡയലോഗ് പറയുന്നത്. ഡയലോഗ് നമ്മൾ ആക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ക്ലാസ് ഓപ്പൺ ശരിക്കും നമുക്ക് റെഗുലർ ക്ലാസ് ആണെങ്കിൽ ഇത് ക്ലാസ് റൂമിൽ ആക്ട് ചെയ്യായിരുന്നു അല്ലേ. രാജ, ഓ ലവ്ലി ഫ്ലവേഴ്സ്, ബിഗ് ട്രീസ്, വൺസ് അഗെയിൻ ഐ ഹാവ് കം ഹിയർ ടു സീ യു. അപ്പോൾ ട്രീസിനോട് വർത്താനം പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. വെർ ആർ യു മൈ ഫ്രണ്ട്സ്, മൈ പെറ്റി ബട്ടർഫ്ലൈസ്, മൈ സ്വീറ്റ് കൗസ്. രാജ സീസ് ഹിസ് ഗ്രാൻഡ് ഫാദർ സ്റ്റാൻഡിങ് അണ്ടർ ട്രീ പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദി ജാസ്മിൻ ബുഷ്. അങ്ങനെ ട്രീസിനോടും അതുപോലെ ബട്ടർഫ്ലൈസിനോടൊക്കെ വർത്താനം പറയുന്ന സമയത്താണ് രാജ ഗ്രാൻഡ് ഫാദറിനെ കാണുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഒരു മുല്ലപ്പൂവും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് രാജ പതുക്കെ മനസ്സിൽ പറയാം, ടു ഹിംസെൽഫ് എന്ന് പറയാൻ മനസ്സിൽ പറയുന്നതാണ് കേട്ടോ. ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദർ അണ്ടർ ദ ട്രീ? ഈ മരത്തിൻ്റെ ചുവട്ടിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാം, ഓൾ ദ ഫ്ലവേഴ്സ് ഹാവ് ഫോളൻ, എല്ലാ പൂക്കളും വീണു. ആൻഡ് ഐ മസ്റ്റ് കളക്ട് ദം സൂൺ, ഇതൊക്കെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, പെറുക്കിയെടുക്കണം എന്ന് പറയണം. രാജ, ഐ വാണ്ട് ടു ഹാവ് എ ഷവർ, എന്തായാലും ഞാനിപ്പോൾ മഴ പെയ്ത് കാണിച്ചു തരാം. ഓ ട്രീ ഗിവ് മീ റെയിൻ, ഗിവ് മീ റെയിൻ. എന്നിട്ട് അവൻ മരത്തിനോട് ഇങ്ങനെ പറയാണ് മഴ കൊണ്ടാന്നുള്ളത്. എന്നിട്ട് രാജ ഷേക്ക് ദ ട്രീ, റെയിൻ ഡ്രോപ്സ് ഷവർ ഓൺ ഗ്രാൻഡ് ഫാദർ. രാജ പറയലും അത് പിടിച്ച് കുലിക്കലും കഴിഞ്ഞു.
മഴത്തുള്ളികൾ കംപ്ലീറ്റ് ഗ്രാൻഡ് ഫാദറിൻ്റെയും അതുപോലെ തന്നെ രാജയുടെയും ശരീരത്തിൽ വീണു. ഇത് കണ്ടപ്പോൾ ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി. ഗ്രാൻഡ് ഫാദർക്ക് ആകെ ദേഷ്യം വന്നു അല്ലേ. രാജ ഹൈഡ്സ് ബിഹൈൻഡ് ദ ട്രീ. അങ്ങനെ രാജ ആദ്യം മരത്തിൻ്റെ ബാക്കിൽ ഒളിച്ചു. അപ്പോഴേക്കും ഗ്രാൻഡ് ഫാദർ യു ക്രേസി ബോയ്, ഐ വിൽ ടീച്ച് യു എ ലെസൺ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നു. ക്രേസി എന്ന് പറഞ്ഞാൽ വട്ട് ചെക്കൻ എന്നൊക്കെ പറയില്ല, ഈ ചെക്കൻ എന്തോ ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ അവൻ ഓടുകയാണ്. യു മേ ബ്ലോ അപ്പ് ദ റിമൈനിങ് ഇവൻറ്റ്സ് ഇൻക്ലൂഡിങ് ക്യാരക്ടേഴ്സ്, ഡയലോഗ്സ്, ആക്ഷൻസ് എക്സെട്ര. പ്രിപ്പയർ ദ സ്ക്രിപ്റ്റ്. അപ്പോൾ ഇതുപോലെ ഈ ഫസ്റ്റ് ഇവൻ്റ്, അതായത് നമ്മൾ കണ്ടിരിക്കുന്ന ആദ്യത്തെ ഇവൻ്റാണ് ഇതുപോലെ ചെയ്തിരിക്കുന്നത്. ഇവൻ്റ് നമ്പർ 1. ആദ്യത്തെ സംഭവം രാജ ഷേക്ക് ദ സാൻഡൽവുഡ് ട്രീ, റെയിൻ ഡ്രോപ്സ് ഷവർ ഓൺ ഹിം ആൻഡ് ഹീസ് ഗ്രാൻഡ് ഫാദർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതാണ് ഇത്രയും ഡയലോഗുകളോട് കൂടി സ്ക്രിപ്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. തിരക്കഥ എന്നാണ് സ്ക്രിപ്റ്റിന് പറയാം. അതായത് സിനിമയോ പിന്നെ അതുപോലെ ഡ്രാമ, സീരിയൽ, ഇതൊക്കെ സംഭവങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ തിരക്കഥ തയ്യാറാക്കണം. ഇതിനനുസരിച്ചാണ് അവർ ഡയലോഗൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് വേറെയും കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക്. കാരണം എവിടെയാണ് ലൊക്കേഷൻ, ആരൊക്കെയാണ് കഥാപാത്രങ്ങൾ, അതൊക്കെ തീരുമാനിക്കണം വേണ്ടേ. അപ്പം ബാക്കിയുള്ള ഇവൻറ്റ്സും കൂടി നമുക്കൊന്ന് സ്ക്രിപ്റ്റാക്കി എഴുതി നോക്കാം. അപ്പോൾ സെക്കൻഡ് ഇവൻ്റ് നോക്കിയാലോ. രണ്ടാമത്തെ സംഭവം എന്തായിരുന്നു? രാജ റൺസ് ആൻഡ് ഗ്രാൻഡ് ഫാദർ റൺസ് ആഫ്റ്റർ രാജ. രാജ ഓടി, പിന്നാലെ ആരും കൂടി ഓടി? ഗ്രാൻഡ് ഫാദർ ഓടി അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയലോഗ്സ് ആ ഇവൻറ്റിൽ ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ് ഉൾക്കൊള്ളുന്നത്? ക്യാരക്ടേഴ്സ് അല്ല, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് ഉണ്ടായിരിക്കുക? രാജയും ഗ്രാൻഡ് ഫാദറും മാത്രം ആണല്ലോ. തോട്ടത്തിലാണത്. അപ്പോൾ രാജ ലാഫിങ്. രാജയ്ക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഷെയ്ക്ക് ചെയ്തതൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ അവിടെ പറയുന്നുണ്ട്. അവൻ്റെ എക്സ്പ്രഷൻ, ആക്ഷൻ എന്താ ശരിക്കും? അവൻ ലാഫിങ് ആണ്, ചിരിക്കുകയാണ്. ഹാ 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 എന്താ പറഞ്ഞത്? ഗെറ്റ് മീ ഗ്രാൻഡ് പാ, എന്നൊന്ന് പിടിക്കാൻ നോക്കുകയെന്ന്. ഗെറ്റ് മീ ഇഫ് യു ക്യാൻ, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എന്നെ ഒന്ന് പിടിക്കുകയെന്ന് പറഞ്ഞിട്ട് അവൻ ഓടുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർക്ക് ഇത് കണ്ടപ്പോൾ ദേഷ്യം വന്നു. ആംഗ്രിലി, ദേഷ്യത്തോടെ ആർ യു ലാഫിങ് അറ്റ് മീ? നീ എന്നെ കളിയാക്കാണോ? ഐ വിൽ ടീച്ച് യു എ ലെസൺ. നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും. യു നോട്ടി ബോയ്, വികൃതിക്കുട്ടി, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നു പറയാണ്. അങ്ങനെ പിന്നാലെ ഓടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഫാൾസ് ഡൗൺ വൈൽ റണ്ണിങ്. ഓടുന്നതിനിടയ്ക്ക് ഗ്രാൻഡ് ഫാദർ തട്ടി വീഴുന്നു. ഓ ഓ ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കൂ. ഐ ഹാവ് ബ്രോക്കൺ മൈ ലെഗ്സ്, എൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട്. യു ലിറ്റിൽ ഡെവിൾ, ഈ കുട്ടിപ്പിശാജ്, നീ ഈ ഒരു കുട്ടിപ്പിശാജ് എന്നാണ് ലിറ്റിൽ ഡെവിൾ എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ കുട്ടിപ്പിശാജ് കാരണം എൻ്റെ കാലൊക്കെ പൊട്ടി മുറിയായല്ലോ, ഇനിയിപ്പോൾ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞ് ഗ്രാൻഡ് ഫാദർ അവിടെ നിലവിളിക്കുകയാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ സീന് അല്ലേ. ഇനി മൂന്നാമത്തെ സീന്, നമ്മളിങ്ങനെ ഫിഷർമാൻ ആൻഡ് ദി മിറർ എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സീന്, അതായത് ഫസ്റ്റ് സീന്, രണ്ടാമത്തെ സീനൊക്കെ ഡയലോഗ്സൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് റൈറ്റിങ്. അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. 5ാം ക്ലാസ്സിൽ പഠിച്ചത്. ഇനി ഇവൻ്റ് നമ്പർ 3 ആണ്. മൂന്നാമത്തെ ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ്. മൂന്നാമത്തെ സീൻ എവിടെയാണ് നടക്കുന്നത്? രാജ ഹൈഡ് ചെയ്താണ് അല്ലേ. രാജ ഒളിച്ചു വെച്ചുള്ള കൗഷഡിൽ ഒളിച്ചിരുന്നല്ലോ. 1 or 2 ഡെസ്ക് ഇൻ ദ ക്ലാസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ലോഫ്റ്റ് ഓഫ് കൗഷ്. അപ്പോൾ ഈ സീൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ ഉണ്ടാക്കി വെക്കണം. അതായത് ഇതുപോലത്തെ ഒരു സ്ഥലം എവിടെയാണോ നടക്കുന്നത്, ആ നടക്കുന്നൊരു സ്ഥലം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ അതിനാണ് തൊഴുത്താണ് ഇനി അടുത്ത് നടക്കുന്ന സ്ഥലം. ആ തൊഴുത്തിന് വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ ബെഞ്ചും ഡെസ്കൊക്കെ അടുക്കി വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് ഇവർ കേട്ടോ. എന്നിട്ട് രാജ സ്റ്റാർട്ട്സ് ടു ക്ലൈംബ് ഓൺ ടു ദ ലോഫ് ഓഫ് ദ കൗ ഷെഡ്. ബെഞ്ചും ഡെസ്ക് മേലിട്ട് കഴിഞ്ഞാൽ രാജയായിട്ട് ആക്ട് ചെയ്യുന്ന കുട്ടിക്ക് എന്ത് ചെയ്യാം? ഒരു ബെഞ്ചിൻ്റെയോ ഡെസ്കിൻ്റെയോ മുകളിൽ കയറിയിരിക്കാം. 2 or 3 cows watches രാജാസ് ആക്ഷൻ. 2 or 3 പശുക്കൾ എന്ത് ചെയ്യണം? രാജയുടെ ഈ ആക്ഷനൊക്കെ ഇങ്ങനെ വീക്ഷിക്കണം. എന്നിട്ട് കൗ ചോദിക്കുക, വാട്ട് ഈസ് ദിസ് ബോയ് ഡൂയിങ്? ആ കുട്ടി എന്താ അവിടെ ചെയ്യുന്നത്? അപ്പോൾ രണ്ടാമത്തെ കൗ പറയാം, ഒരു പശുക്കളാണ് പരസ്പരം പറയുന്നത് കേട്ടോ. ഐ ആം ഷുവർ ഹി ഹാസ് ഡൺ സം മിസ്ചീഫ്. എന്തോ കുരുത്തക്കേട് ഒപ്പിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ മൂന്നാമത്തെ കൗ പറയാം, ലുക്ക് ഹി ഈസ് സിറ്റിംഗ് ഓൺ ദ ലോഫ്റ്റ് ആൻഡ് ലുക്കിംഗ് ഔട്ട് ഫോർ സംബഡി. നോക്ക്, അവൻ ഇതിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് ഇതിൻ്റെ മേൽക്കൂരയിലാണ് കയറിയിരിക്കുന്നത്. എന്നിട്ട് അവൻ പുറത്തേക്ക് ആരൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. രാജ ലുക്സ് ടുവാർഡ്സ് ദ കൗസ്. രാജ നേരെ പശുക്കളിങ്ങനെ എന്തോ മുറുമുറുക്കുന്നത് കേട്ടിട്ട് അവരെ നോക്കുകയാണ്. എന്നിട്ട് രാജ അവരോട് പറയാം, ഡോണ്ട് ടോക്ക്, സംസാരിക്കരുത്. ഹി വിൽ കം ഹിയർ, അവരിങ്ങോട്ട് വരുന്നു. അവൻ സ്വയം പറയാണ്. എന്നിട്ട് ഐ ആം ഇൻ ഡീപ്പ് ട്രബിൾ, ഞാൻ ശരിക്കും പെട്ടുപോയതാണ്. ഐ ആം ഷുവർ ഗ്രാൻഡ് ഫാദർ വിൽ ബീറ്റ് മീ ഇഫ് ഹി ഫൈൻഡ്സ് മീ. തീർച്ചയായിട്ടും ഗ്രാൻഡ് ഫാദർ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ അടിക്കും, ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പെട്ടുപോയതാണ്, മിണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അവരോട് ആക്ഷൻ കാണിക്കുകയാണ് ചെയ്യുന്നത്. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഹോം? ഇതൊക്കെ അവന് ഒറ്റയ്ക്ക് പറയണം കേട്ടോ. ഹൗ ക്യാൻ ഐ ഗെറ്റ് ഹോം? ഞാനിപ്പോൾ എങ്ങനെയാണ് വീട്ടിലേക്ക് കയറി പോവുക? എന്തായാലും ദിസ് ഈസ് എ ബെറ്റർ പ്ലേസ്, ഐ ക്യാൻ സീ മൈ ഹൗസ്. ഇത് തന്നെയാണ് ശരിക്കും നല്ലൊരു സ്ഥലം. ഇവിടെ നിന്നാലും എൻ്റെ വീടൊക്കെ എനിക്ക് കാണാൻ പറ്റും. മൈ ഗോഡ്, വാട്ട് ഈസ് ഗോയിങ് ഡൗൺ ദർ? എന്താ റബ്ബേ അവിടെ നടക്കുന്നത് പറയില്ലേ. എൻ്റെ ദൈവമേ, എന്താണ് അവിടെ നടക്കുന്നത്? എ ലാർജ് ക്രൗഡ് ഈസ് ഗ്യാതേർഡ് ദർ.
ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ അവിടെ കൂടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് പറയാം, സം ചേഞ്ചസ് ആണ്. ആ സീനറിയിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. ഗ്രാൻഡ് മദർ ഹൂ ലുക്സ് അബൌട്ട് സെവൻലി ഈ സീൻ ഓൺ ദി സ്റ്റേജ്. അപ്പോൾ എന്തായാലും ഗ്രാൻഡ് മദറിനെയും കൂടി ആ സമയത്ത് അവിടേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഷീ ഹാസ് ഗോട്ട് എന്താ ശരിക്കും ഗ്രാൻഡ് മദർക്കാകെ തല കറങ്ങുന്നതൊക്കെ പോലെ തോന്നുക, സാഡ് ലുക്കിംഗ് ഓൺ ഫേസ്, അതായത് മുഖത്ത് നല്ല ദുഃഖം വരുത്തുക. ഷീ ഈസ് സിറ്റിംഗ് അലോൺ ആൻഡ് തിങ്കിങ് അബൌട്ട് ഹെർ മിസ്സിങ് ഗ്രാൻഡ് സൺ. അത് മകനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുകയാണ്, എവിടെ പോയിരിക്കും അവനെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഗ്രാൻഡ് ഫാദർ എൻറ്റേഴ്സ് ആൻഡ് ഷീ ഗെറ്റ്സ് ആംഗ്രി വിത്ത് ഹിം. അതോടൊപ്പം തന്നെ ഗ്രാൻഡ് ഫാദർ ആകെ ദേഷ്യത്തോടു കൂടി വരികയാണ്, അവിടേക്ക് വന്നു. ഷീ ഗെറ്റ്സ് ആംഗ്രി വിത്ത് ഹിം. അപ്പോൾ മുത്തശ്ശിക്ക് മുത്തശ്ശനോട് ദേഷ്യം തോന്നുക. എന്നിട്ട് മുത്തശ്ശി പറയുന്ന ഒരു ഡയലോഗ് കേട്ടോ, ഗ്രാൻഡ് മദർ ആംഗ്രിയിൽ ദേഷ്യത്തോടെ പറഞ്ഞു, ഹി വോണ്ട് കം, തീർച്ചയായിട്ടും അവൻ വരില്ല. യു ഡ്രോവ് ഹിം എവേ, അവനെ ഇവിടുന്ന് ഓടിച്ചു വിട്ടില്ലേ നിങ്ങൾ. ഐ ഹേർഡ് യു സേ ദാറ്റ് യു വുഡ് ബീറ്റ് ഹിം, തീർച്ചയായിട്ടും ഞാൻ കേട്ടു നിങ്ങൾ അവിടുന്ന് പറയുന്നത് അവനെ അടിക്കുന്നു. ഇഫ് ഹി കെയിം ഹോം, അവന് വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവനെ അടിക്കുന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. പൂവ ചൈൽഡ്, പാവം കുട്ടി. ഹീസ് അഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹീസ് ആസ് റൺ അവേ, തീർച്ചയായിട്ടും നിങ്ങളെ പേടിച്ചിട്ടാണ് അവന് ഓടിക്കളഞ്ഞത് എന്ന് പറയണം. ഗ്രാൻഡ് ഫാദർ വാക്സ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. ഇത് കേട്ടപ്പോൾ ഗ്രാൻഡ് ഫാദർക്കും കുറ്റം തൻ്റേതാണെന്ന് ചെറിയായിട്ടൊരു ബോധം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ആകെ ടെൻഷനായിട്ട് കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് അവിടെ കൂടിയിരിക്കുന്ന സെർവൻസിനോട് ദേഷ്യത്തിൽ പറയാണ്. ഗ്രാൻഡ് ഫാദർ പറയുന്നത് കണ്ട, വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം, എന്തിനാ അങ്ങനെ സമയം പാഴാക്കുന്നത്. വൈ ഡോണ്ട് യു ഗോ ആൻഡ് ഫെച്ച് ഹിം, എവിടെയെങ്കിലുമൊക്കെ പോയി അവനെ കണ്ടുപിടിച്ച് കൊണ്ടുവരൂ എന്നാണ് പറയുന്നത്. എന്നിട്ട് ടു ഹിംസെൽഫ് റിമോഴ്സ്ഫുള്ളി, അവന് ഗ്രാൻഡ് ഫാദർ സ്വയം പറയാണ്, നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്, കുട്ടിക്കൊന്നും സംഭവിക്കൂല. ഐ നോ ഹീ ഈസ് ഹൈഡിങ് സംവർ, ഇവിടെ എവിടെയെങ്കിലും അവൻ ഒളിച്ചിരിക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം, അവന് ഒന്നും സംഭവിക്കൂല എന്ന് ആശ്വസിച്ച് കൊണ്ട് പറയാണ്. അപ്പോൾ മൂന്നാമത്തെ ഇവൻ്റ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. കാരണം ക്യാരക്ടേഴ്സ് കവും രാജയും മാത്രമല്ല, അതിനിടയ്ക്ക് ആരൊക്കെ കൂടി കയറി വന്നു, ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും കൂടെ കയറി വന്നു. ഇനി നാലാമത്തെ ഇവൻറ്റിൽ ആരൊക്കെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ നാലാമത്തെ ഇവൻറ്റ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. പീപ്പിൾ മേക്സ് വേരിയസ് കമൻറ്റ്സ് അബൌട്ട് രാജാസ് ഡിസപ്പിയറൻസ്, രാജ മിസ്സിങ് ആയതിനെക്കുറിച്ചുള്ള കമൻസാണ് അല്ലേ. അപ്പോൾ അവിടെയാണ് ലൊക്കേഷൻ എവിടെയാണ് കൊടുക്കേണ്ടത്, ഗ്രാൻഡ് പാസ് ഹോം, അതായത് ഗ്രാൻഡ് ഫാദറിൻ്റെ വീട്. എ ബിഗ് ക്രൗഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഹൗസ്, അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ, നമ്മുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും വേണ്ടി വരും അവിടെ അല്ലേ. സം പീപ്പിൾ ആർ ഹേർഡ് ടോക്കിംഗ് എമംഗ് ദംസെൽവ്സ്, ചില ആൾക്കാരിങ്ങനെ സംസാരിക്കുന്നു, അവർ തന്നെ തമ്മിൽ പരസ്പരം പറയാണ്. അതിൽ ആദ്യത്തെ ആൾ ഫസ്റ്റ് മാൻ പറയാം, സംതിങ് ഹാസ് ഹാപ്പൻ ടു രാജ, ഐ തിങ്ക് ഈസ് മിസ്സിങ്, എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും രാജയ്ക്ക്, അതാണ് അവൻ മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ സെക്കൻഡ് മാൻ പറയാം, യെസ് വാട്ട് എ ഗുഡ് ബോയ് ഹി വാസ്, എന്ത് നല്ല കുട്ടിയായിരുന്നു അവന്. അപ്പോൾ ആദ്യത്തെ ആൾ വീണ്ടും പറയാം, യെസ് ഹി വാസ് സോ നൈസ്, അവൻ നല്ല മിടുക്കനായിരുന്നു എന്ന്. അപ്പോൾ സെക്കൻഡ് മാൻ പറയുന്നത് ലോ വോയിസ്, പതുക്കെ, സ്റ്റോപ്പ്, ഈസ് ഗ്രാൻഡ് ഫാദർ ഈസ് കമ്മിങ്, മിണ്ടണ്ട, ഇനി അദ്ദേഹത്തിന് അവൻ്റെ മുത്തശ്ശൻ വരുന്നുണ്ട്, തീർച്ചയായിട്ടും നമുക്ക് ചീത്ത കേൾക്കും, അതുകൊണ്ട് നമുക്ക് മിണ്ടണ്ട എന്ന് പറയണം. ഇനി ഇവൻ നമ്പർ 5 ആണ്. അതായത് 5ാമത്തെ സീനിൽ എന്താ പറയുന്നത്, ഗ്രാൻഡ് ഫാദർ എൻറ്റേഴ്സ് ആൻഡ് ടേൺസ് ടുവേർഡ്സ് ദി ഫാമിലി ടെമ്പിൾ. ഗ്രാൻഡ് ഫാദർ നേരെ പ്രവേശിച്ച് എവിടേക്കാണ് പോകുന്നത്, ടെമ്പിളിൻ്റെ അടുത്തേക്ക്, അതായത് അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവാണ്. ഗ്രാൻഡ് ഫാദർ പ്ലീഡിങ് ഉണ്ട്, ഗ്രാൻഡ് ഫാദർ റിക്വസ്റ്റ് ചെയ്യാണ്, ഓ മൈ ഗോഡ്, പ്രാർത്ഥിക്കാണ്ടോ, പ്ലീസ് ഗിവ് മീ ബാക്ക് മൈ ചൈൽഡ് ബാക്ക്, എൻ്റെ കുട്ടി എനിക്ക് തിരിച്ചു തരണം. ഐ കാൺട്ട് വെയിറ്റ് എനി ലോങ്ങർ, എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ വയ്യ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് ആ സമയത്ത് രാജയുടെ അങ്കിളും കൂടി രംഗപ്രവേശം ചെയ്യാണ്. രാജാസ് അങ്കിൾ ഹൂ ഈസ് അബൌട്ട് 40 years ഓഫ് ഏജ് ആൻഡ് ഈസ് ബ്രിങ്ങിങ് രാജ അലോങ് വിത്ത് ഹിം. ദേ മൂവ് ടുവേർഡ്സ് ദി ഗ്രാൻഡ് ഫാദർ. അവൻ രാജയെയും പിടിച്ചുകൊണ്ടാണ് ഇവിടേക്ക് വരുന്നത്, ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് വരുന്നത്. അങ്കിൾ പറയാം, ഹിയർ ഈസ് യുവർ ലിറ്റിൽ ഡെവിൾ, ഇതാ നിങ്ങളുടെ കുട്ടി പിശാചി. ഹി വാസ് ഹൈഡിങ് ഇൻ ദ ലോഫ്റ്റ്, അവൻ ആ തൊഴുത്തിൻ്റെ മേലെ ഒളിച്ചിരിക്കുകയായിരുന്നു. രാജ മൂവ്സ് ടുവേർഡ്സ് ഗ്രാൻഡ് ഫാദർ. അങ്ങനെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നു. എന്നിട്ട് ടേൺസ് ആൻഡ് ഫൈൻസ് രാജ ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഗ്രാൻഡ് ഫാദർ തിരിഞ്ഞു നിന്നപ്പോൾ രാജയെ കണ്ടു മുമ്പിൽ തന്നെ. ഹി റൺസ് ആൻഡ് ഹഗ് ഹിം, ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു. ഗ്രാൻഡ് ഫാദർ റിലീഡ് ആശ്വസിച്ചുകൊണ്ട് പറയാണ്, ഓ താങ്ക് ഗോഡ് യു ബ്രോട്ട് മൈ സൺ ബാക്ക്, എന്തായാലും നീ എൻ്റെ മകനെ തിരിച്ചു കൊണ്ടുവന്നല്ലോ. രാജ ക്രൈയിങ് ആണ്. അപ്പോൾ രാജയ്ക്ക് ഇത് കണ്ടപ്പോൾ, മുത്തശ്ശൻ്റെ സ്നേഹം കണ്ടപ്പോൾ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് രാജ പറയാം, ഐ ആം സോറി ഗ്രാൻഡ് പാ, ഐ വോണ്ട് റിപ്പീറ്റ് ദിസ്, ഞാൻ ഒരിക്കലും ഇനി ആവർത്തിക്കില്ലത്. ഐ വോണ്ട് ലീവ് യു ഗ്രാൻഡ് പാ, എന്തായാലും ഞാൻ നിങ്ങളുടെ വിട്ടിനി പോവില്ല. ഐ ലവ് യു. ഗ്രാൻഡ് ഫാദർ ഇൻ ടിയേഴ്സ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ കണ്ണുനീരൊക്കെ ഇങ്ങനെ തുടച്ച് പറയാം, ഐ ടു ലവ് യു വെരി മച്ച് ഡിയർ, ലവ് യു വെരി മച്ച്. ബോത്ത് ഓഫ് ദം ലുക്ക് ടുവേർഡ്സ് ദി ടെമ്പിൾ. അങ്ങനെ രണ്ടുപേരും അമ്പലത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിച്ചു.
ഓൾ പീപ്പിൾ ഗ്യാതേർഡ് ബിഹൈൻഡ് രാജ ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. അതിനൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒപ്പം ഗ്രാൻഡ് മദറും അതുപോലെ തന്നെ അവിടെ കൂടിയിരുന്ന ആൾക്കാർ മുഴുവനും അവരുടെ ബാക്കിലായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ നാടകം കഴിഞ്ഞു. കർട്ടൻ ഫോൾസ്. മനസ്സിലായല്ലോ? അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രാമയായി ഇപ്പം നമ്മൾ അവതരിപ്പിച്ചത് അല്ലേ? എല്ലാ ഇവൻസും കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ഒരു ഡ്രാമ. ഇനി ഡ്രാമ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെ? ഡ്രാമ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ സീരിയൽ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്, ഇൻ മൈ സ്ക്രിപ്റ്റ്. അപ്പോൾ ആ സ്ക്രിപ്റ്റിൽ, അതായത് തിരക്കഥയിൽ, ഐ ഫിക്സഡ് ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി ബിഫോർ റൈറ്റിംഗ് ദ സ്ക്രിപ്റ്റ്. ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് എഴുതി വെച്ചു. അങ്ങനെയല്ലേ? അത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുക? അവിടെ നമ്മളൊന്ന് വെറുതെ ടിക്കറ്റ് കൊടുക്കുക. പിന്നെ രണ്ടാമത്തെ സംഭവം എന്തായിരുന്നു പറഞ്ഞത്? ഐ മെൻഷൻ ദ പ്ലേസ് വേർ ഈച്ച് ഇവൻറ്റ് ഹാഡ് ടേക്കൺ പ്ലേസ്. എന്നിട്ട് ഓരോ സംഭവം നടക്കേണ്ട സ്ഥലങ്ങൾ എവിടേക്കാണ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചു. കാരണം കൗഷെഡ് ഉണ്ട്, അതുപോലെ ഗാർഡൻ ഉണ്ട്. ആദ്യത്തെ ഇവൻറ്റ് നടക്കുന്നത് ഗാർഡനിലാണ്, രണ്ടാമത്തെ ഇവൻറ്റ് നടക്കുന്നത് ഗാർഡനിൽ തന്നെയാണ്, മൂന്നാമത്തെ ഇവൻറ്റ് കൗഷെഡിലാണ് അല്ലേ? അങ്ങനെ പിന്നെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഹോമിലുണ്ട്. അപ്പോൾ അതൊക്കെ തീരുമാനിക്കണം. പിന്നെ മൂന്നാമത്തെ സംഭവം ഗിവ് ഇൻക്ലൂഡ് സ്യൂട്ടബിൾ ക്യാരക്ടേഴ്സ് ഫോർ ഈച്ച് ഇവൻറ്റ്. ഓരോ ഇവൻറ്റിലും അല്ലെങ്കിൽ ഓരോ സീനിലും വേണ്ട കഥാപാത്രങ്ങളെ നമ്മൾ കണ്ടെത്തണം. പിന്നെ നെക്സ്റ്റോ സ്യൂട്ടബിൾ ഡയലോഗ് ഫോർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. ഓരോരുത്തർക്കും അനുയോജ്യമായിട്ടുള്ള ഡയലോഗ്സ് നമ്മൾ ഓരോ സിറ്റുവേഷനിൽ പറയാനുള്ള ഡയലോഗ്സ് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് മെൻഷൻ ദ എൻട്രി ആൻഡ് എക്സിറ്റ് പൊസിഷൻസ് മൂവ്മെൻറ്റ് ആൻഡ് ആക്ഷൻസ് ഓഫ് ഈച്ച് ക്യാരക്ടർ. ഓരോ ക്യാരക്ടറെയും എൻട്രി ചെയ്യാനുള്ള അവസരം. ഗ്രാൻഡ് ഫാദർ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, അങ്കിൾ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്, ആ എൻട്രി ഇല്ലേ അത് കറക്റ്റ് ആക്കുക. പിന്നെ അതുപോലെ അവർ പോകേണ്ട സമയത്ത് അവരെ പറഞ്ഞയക്കുക, അവരുടെ പൊസിഷൻ എവിടെയാണോ അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഗ്രാൻഡ് ഫാദർ അമ്പലത്തിൻ്റെ നേരെ മുമ്പിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കുക. അതുപോലെ തന്നെ ആ കുട്ടി കൗഷെഡിൻ്റെ ലോഫ്റ്റിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവിടെ നിൽക്കുക. അവരുടെ പൊസിഷന്, അവരുടെ മൂവ്മെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നെക്സ്റ്റ് എന്താണ്? പ്രോപ്പർട്ടീസാണ് ആൻഡ് കോസ്റ്റ്യൂംസ് ഇൻ ദ സ്ക്രിപ്റ്റ്. ശരിക്കും നമ്മൾ ഇപ്പോൾ അവർക്ക് ധരിക്കാനുള്ള വസ്ത്രങ്ങളും അവരുടെ എന്തൊക്കെ സംഭവങ്ങളാണ് കൊണ്ട് നടക്കേണ്ടതെന്നൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കരുതണം എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ അത് ആക്ട് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു നാടകമോ അതല്ലെങ്കിൽ ഒരു സീരിയൽ, സിനിമ, ഇതൊക്കെ ഇതുപോലെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സായിട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ആക്ടിവിറ്റി 3, ലുക്ക് അറ്റ് ദി ഇലസ്ട്രേഷൻസ് ഫ്രം ദി സ്റ്റോറി. വാട്ട് ആർ ദ ക്യാരക്ടേഴ്സ് ഡൂയിങ് ഹിയർ. ഇവിടെ കുറച്ച് പിക്ചർ തന്നിട്ടില്ലേ? ഈ പിക്ചറിനകത്ത് ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ അതിനനുസരിച്ച് സെൻറ്റൻസ് ഉണ്ടാക്കണം. പിക്ചർ ഡിസ്ക്രിപ്ഷൻ തന്നെ പറയാം. കാരണം നിങ്ങൾക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഒരു പിക്ചർ തന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് പിക്ചറിൽ വാട്ട് ഈസ് ഹി ഡൂയിങ്? ആരെയാണ് കാണുന്നത് ഇവിടെ? ഹു ഈസ് ദിസ് പിക്ചർ? ഗ്രാൻഡ് ഫാദറാണ് അല്ലേ? വാട്ട് ഈസ് ഹി ഡൂയിങ് ഹിയർ? ഗ്രാൻഡ് ഫാദർ എന്താ അവിടെ ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ അവിടെ തന്നിട്ടുണ്ട്. ഗ്രാൻഡ് ഫാദർ ഈസ് പിക്കിംഗ് ദ ഫ്ലവേഴ്സ്. ഗ്രാൻഡ് ഫാദർ പൂവ് പറിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? ഈസ് പിക്കിംഗ്. കണ്ടോ? പിക്ക് എന്നുള്ള ബ്രാക്കറ്റിൽ തന്നിട്ട് ഈസ് പിക്കിംഗ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? രാജ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതേ സംഭവം നമ്മൾ എഴുതി വെക്കണം. രാജ എന്താ ചെയ്യുന്നത്? അതിൻ്റെ ബ്രാക്കറ്റിൽ തന്നിരിക്കുന്നത് ഹൈഡാണ്, അല്ല സോറി ഷെയ്ക്കാണ്. അപ്പോൾ രാജ ഈസ് ഷെയ്ക്കിങ്. കാരണം ഒരു സംഭവം നമ്മൾ നടക്കുന്ന സമയത്ത്, അതായത് പ്രവർത്തിക്കുന്ന സമയത്ത് പറയുന്നതിനാണ് ഇങ്ങനെ ING ഫോം ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ എന്താ സംഭവം? രാജ ഈസ് ലാഫിങ് അല്ലേ? ചിരിക്കുകയാണ്, ലാഫിങ്. ഇവിടെ കളിയാക്കലാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, ചിരിക്കല. ലാഫിങ് അറ്റ് എന്ന് പറഞ്ഞാൽ കളിയാക്കലാണ്. ഇനി മൂന്നാമത്തെ ഇവൻറ്റിൽ എന്താ നടക്കുന്നത്? ഗ്രാൻഡ് ഫാദറാണ്. ഗ്രാൻഡ് ഫാദർ ഈസ് പ്രേയിങ് ടു ഗോഡ്. ഈസ് അവിടെ തന്നിട്ടില്ല, ഈസ് നമ്മൾ ഉൾപ്പെടുത്തണം. ഈസ് ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. ഈസ് പ്രേയിങ് ആണല്ലോ, എഴുതിച്ചില്ലേ? ഇനി ലാസ്റ്റ് വണ് രാജ ഈസ് ഹൈഡിങ്. ഈസ് അവിടെ തന്നിട്ടില്ല, ഈസ് ഹൈഡിങ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകൾക്കൊരു പ്രത്യേകത ഉണ്ട്. അതായത് ഈ സംഭവങ്ങൾ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതിനൊക്കെ ഒരു കാര്യമുണ്ട്. പറയുന്നത് എന്താണെന്നറിയോ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ നടക്കുന്ന സമയത്ത് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താണോ സംസാരിക്കുന്നത്, ആ സംസാരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്ത് സംസാരിക്കുക. അപ്പോൾ ഒരാളിങ്ങനെ എന്തോ പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ വാട്ട് ആർ യു ഡൂയിങ് ദർ? ഐ ആം പിക്കിങ്. അതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന്. പ്രസൻറ്റിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെയാണോ പറയേണ്ടത് അതിനാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്ന് പറയാം. അത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാം.
ഇപ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാൽ ഇൻഡിക്കേറ്റ്സ് ആൻ ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദ മൊമെൻറ്റ് ഓഫ് ടോക്കിംഗ്. അതായത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുന്നത്, അതായത് വർത്തമാന കാലത്തിൻ്റെ രീതിയിൽ പറയുന്നത്. ഇവിടെ ഇറ്റ് ഈസ് ഫോംഡ് വിത്ത് ഈസ്, ആം, ആർ പ്ലസ് വെർബിൻ്റെ ING ഫോമാണ് ഉപയോഗിക്കുക. വെർബൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഉദാഹരണത്തിന് ദ കൗസ് ആർ ഈറ്റിംഗ് ഗ്രാസ്. കൗസ് ആർ ഈറ്റിംഗ് ഗ്രാസ്. ഗൗസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പശുക്കളുണ്ട് അല്ലേ. ആർ ഈറ്റിംഗ് ഗ്രാസ്, അപ്പോൾ പുല്ല് തിന്നുന്നുണ്ട്. പിന്നെ അടുത്ത രാജു ഈസ് ഗോയിങ് ടു പാർക്ക്. രാജു എവിടേക്കാണ് പോകുന്നത്? പാർക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ സബ്ജക്റ്റാണ്. ദ കൗസ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റാണ്. ഇവിടെ ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിൻ്റെ കൂടെ ആം, അതല്ലെങ്കിൽ ഈസ്, അതല്ലെങ്കിൽ ആറ്. പിന്നെ വെർബിൻ്റെ ഏത് ഫോമാണ് വയ്ക്കുക? ING ഫോമാണ് വെക്കേണ്ടത്. ഇതാണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് ആം, ഈസ്, ആറ്, വെർബ് പ്ലസ് ING. സബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്ജക്റ്റ് വെച്ചായിരിക്കാം. എസ്പെഷ്യലി ആ സെൻറ്റൻസിലെ ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അയാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുക. അതായത് കർത്താവ് എന്ന് മലയാളത്തിൽ പറയും. ഇവിടെ രാജു ആണ് പാർക്കിലേക്ക് പോകുന്നത്, അപ്പോൾ രാജു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇവിടെ കൗസ് ആണ് പുല്ല് തിന്നുന്നത്, അപ്പോൾ കൗസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി നമുക്ക് I കൊടുക്കാം. അപ്പോൾ അവിടുത്തെ സബ്ജക്റ്റ് ആരാവും? I എന്ന് പറയുമ്പോൾ ഞാൻ, അപ്പോൾ ഞാനാണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഞാൻ്റെ കൂടെ ഏതാ ഉപയോഗിക്കുക? ആം ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈസ് ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. ആർ ഉപയോഗിക്കാൻ പാടുണ്ടോ? ഇല്ല. അപ്പോൾ നമുക്ക് ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വരികയാണെങ്കിൽ നമുക്ക് പറയാം ഐ ആം ഈറ്റിംഗ് ആൻ ആപ്പിൾ. പിന്നെ അടുത്തത് വി ആണ്. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നർത്ഥം. വിയുടെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആറാണ്. വി ആർ. വേറെ ഈ രണ്ടെണ്ണം ഉപയോഗിക്കാൻ പാടില്ല. വി ആർ ഈറ്റിംഗ് ആപ്പിൾ. ഞങ്ങൾ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. യു. ഇനി അടുത്ത സബ്ജക്റ്റ് യു ആണ് വരുന്നത്. യുവിൻ്റെ കൂടെയും നമ്മൾ ഏതാ ഉപയോഗിക്കുക? ആറാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഹി ആണ്. ഹി എന്ന് പറഞ്ഞാൽ രാജു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹി പറയുന്നത്. അപ്പോൾ രാജുവിൻ്റെ കൂടെ ഏതാ ഉപയോഗിച്ചത്? ഈസ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ നമ്മൾ ഹിയുടെ കൂടെയും ഏത് ഉപയോഗിക്കണം? ഈസ് തന്നെ ഉപയോഗിക്കണം. ഈസ് ഈറ്റിംഗ് എന്ന് പറഞ്ഞ് ഉപയോഗിക്കുക. പിന്നെ ഷീ ആണ്. ഷീ എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്ക് പറയുന്നത് അല്ലേ. ഇപ്പോൾ രാജുവിൻ്റെ സ്ഥാനത്ത് റാണി ആവാം, അപ്പോൾ അവിടെ ഈസാണ് ഉപയോഗിക്കുക. ഷീ ആണെങ്കിലും ഈസാണ് ഉപയോഗിക്കുക. ഇറ്റ് എന്ന് പറഞ്ഞാൽ കൗ. ഇവിടെ ഒരു കൗ ആണ്. ദ കൗ മാത്രമാണെങ്കിൽ ഈ ആറിന് പകരം എന്ത് കൊടുക്കും? ഈസ് കൊടുക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു കൗവിന് മാത്രം പറഞ്ഞാണ് ഈസ്. ദ കൗ ഈസ് ഈറ്റിംഗ് ഗ്രാസ്. നേരെ മറിച്ച് ഒരുപാട് കൗസ് ഉണ്ടെങ്കിൽ ആർ. അപ്പോൾ അതായത് ഇവിടെ ദേ എന്ന് പറയുന്നത് പോലെ ദേ ആർ, ദ സ്റ്റുഡൻസ് ആർ, അങ്ങനെ പറയാം. അപ്പോൾ ഏതൊക്കെ രീതിക്കാണ് നമ്മൾ ഇതിനെ ഓക്സിലറി വെർബും അല്ലെങ്കിൽ വെർബിൻ്റെ ING ഫോമും ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഉപയോഗിക്കുക ആം, അതുപോലെ തന്നെ വിയുടെ കൂടെ ഉപയോഗിക്കേണ്ടത് ആറ്, യുവിൻ്റെ കൂടെ ഉപയോഗിക്കുക ആറ്, ഹി ഈസ്, ഷീയുടെ കൂടെ ഈസ്, ഇറ്റിൻ്റെ കൂടെ ഈസ്, ദേയുടെ കൂടെ ആറ്. ഇത് എന്തായാലും പഠിച്ചു വെക്കണം, ഇത് തെറ്റിക്കാൻ പാടില്ല. ഐയുടെ കൂടെ ഈ വിയുടെ കൂടെ വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഏത് മാത്രമേ ഉപയോഗിക്കുള്ളൂ? ആറ് മാത്രമേ ഉപയോഗിക്കുള്ളൂ. അത് വെച്ചിട്ട് എക്സാമ്പിൾസ് നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇനി ദേക്ക് പകരം ഹി, ഷീ, ഇറ്റ്, ഈ 4 പകരമാണ് നമ്മൾ പേര് കൊടുക്കുന്നത്. ഹീക്ക് പകരം ഏതെങ്കിലും ബോയുടെ നെയിമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആൾക്കാരുടെ പേരോ കൊടുക്കാം. ഷീക്ക് പകരം ഏതെങ്കിലും വിമൺ നെയിം കൊടുക്കാം. ഇറ്റിന് പകരം വല്ല വസ്തുക്കളോ ജന്തുക്കളോ മൃഗങ്ങളോ ബേർഡ്സോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ദേ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരോ മൃഗങ്ങളോ അതല്ലെങ്കിൽ വസ്തുക്കളോ ഒക്കെ ആവാം. അവിടെ സബ്ജക്റ്റ് ആയിരിക്കണം എന്ന് വെച്ചാൽ സബ്ജക്റ്റ് എന്നാൽ പ്രവൃത്തി ചെയ്യുന്ന ആൾ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഈ ഓക്സിലറി വേർബ്സ് ഉപയോഗിക്കുക. ഈ ഓക്സിലറി വേർബ്സിൻ്റെ കൂടെ തീർച്ചയായിട്ടും നമ്മൾ വെർബിൻ്റെ ഏത് ഫോം ഉപയോഗിക്കണം? ING ഫോം ഉപയോഗിക്കണം. ഐ ആം ഈറ്റ് എന്ന് പറയാൻ പാടില്ല, ഐ ആം ഈറ്റിംഗ് എന്ന് തന്നെ പറയണം. അപ്പോൾ ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ING ഫോം ഉപയോഗിക്കുക. അങ്ങനെയാണ് നമ്മൾ പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ എഴുതേണ്ടത്. ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ, ആ പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ കംപ്ലീറ്റ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എഴുതുമ്പോൾ എന്ത് ഉപയോഗിക്കണം? ഓക്സിലറി വെർബ് ഉപയോഗിക്കണം. കൂടാതെ ING ഫോമും ഉപയോഗിക്കണം. വെർബിൻ്റെ ING ഫോം ഇടാം. റീഡ് ആണെങ്കിൽ റീഡിങ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റിംഗ്, ഓടുകയാണെന്നുണ്ടെങ്കിൽ റണ്ണിങ്, അതുപോലെ നടക്കുകയാണെങ്കിൽ വാക്കിംഗ്, അങ്ങനെ പറഞ്ഞിട്ട് വേണം ചെയ്യാൻ. പ്രസൻറ്റ് കണ്ടിന്യൂസ് മനസ്സിലായല്ലോ. ഇനി ആക്ടിവിറ്റി 4 നോക്കാം. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റി 3യുടെ ആൻസേഴ്സാണ് ഇവിടെ. രാജ ഈസ് ഷേക്കിംഗ്, രാജ ഈസ് ലാഫിംഗ്, ഈസ് പ്രേയിങ് ആൻഡ് ഹൈഡിങ് ഒക്കെ കംപ്ലീറ്റ് ആയല്ലോ. ഇനി ആക്ടിവിറ്റി 4.
ആക്ടിവിറ്റി 4 രാജ നറേറ്റഡ് ദ എബോവ് ഇൻസിഡൻറ്റ് ടു ഹിസ് ക്ലാസ്മേറ്റ്. പിറ്റേ ദിവസം രാജ സ്കൂളിലേക്ക് പോയി അങ്ങനെ ക്ലാസ്മേറ്റിനോട് ഈ സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുകയാണ്. സംഭവം നടന്നത് ഇന്നലെയാണ് അല്ലേ. ബട്ട് സം പാർട്ട് ഇൻ ദ നരേഷൻ ആർ മിസ്സിങ്. പക്ഷേ ഇതിൽ ചില ഭാഗങ്ങളൊക്കെ മിസ്സിങ് ആണ്. യൂസ് ദ ഹിൻസ് ഫ്രം ദ ബ്രാക്കറ്റ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആക്കണം. എങ്ങനെയാണിത് കംപ്ലീറ്റ് ആക്കേണ്ടത്? വെൻ മൈ ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ദ ഫ്ലവർ അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ. ആ ചന്ദന മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെ പൂ പറിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഐ വെൻറ്റ് നിയർ. ഇവിടെ വെൻറ്റ് എന്ന് തന്നിരിക്കുന്നത് ഞാൻ പോയി എന്നുള്ള അർത്ഥത്തിലാണ്. പോവുക, പോയി എന്ന് പറയുമ്പോൾ ഗോ എന്നുള്ളതിൻ്റെ V2 ഫോമാണ് എന്ത്, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഇവിടെ നരേഷനാണ് പറഞ്ഞിരിക്കുന്നത്. നരേഷൻ എന്ന് പറഞ്ഞാൽ കഥ പറയുന്നതാണ്. അപ്പോൾ ഈ കഥ പറയാന്ന് പറഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവങ്ങളുടെ സംഭവമാണ്. പാസ്റ്റിൽ നടന്നാണല്ലോ നരേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുക. ഇപ്പം നടക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രസൻറ്റ് കണ്ടിന്യൂസ്. അപ്പോൾ ഇന്നലെ നടന്ന കാര്യങ്ങൾ പറയുന്നത് ഏത് ടെൻസിലാണ്? പാസ്റ്റ് ടെൻസിലാണ്. ഈ പാസ്റ്റ് ടെൻസിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചാണ് V2 ഫോം അല്ലേ. V1 പ്രസൻറ്റ്, V2 എന്ന് പറഞ്ഞാൽ പാസ്റ്റ്. അപ്പോൾ ഇത് കംപ്ലീറ്റ് സർക്കിൾ അല്ലെങ്കിൽ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഫില്ല് ചെയ്യുമ്പോൾ ആദ്യത്തേതിൽ ഐ വെൻറ്റ് നിയർ ഹിം, അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി. ഷെയ്ക്കാണ് അവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ വേർഡ് അല്ലേ. അപ്പോൾ ആദ്യത്തെ വേർഡ് ഷെയ്ക്കാകുമ്പോൾ നമ്മൾ എന്താ, അതിന് ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താക്കി കൊടുക്കണം? ഷുക്ക് എന്നാക്കി കൊടുക്കണം. ഷെയ്ക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ഷുക്ക്. പിന്നെ നെക്സ്റ്റ് ഏതാ വരുന്നത്? ഗെറ്റാണ്. ഹി ഗെറ്റ് എ ഗുഡ് ഷവർ. അദ്ദേഹത്തിന് നല്ലൊരു മഴ കിട്ടിയെന്ന് പറഞ്ഞത്. അപ്പോൾ ഗുഡ് ഗെറ്റ് എന്നുള്ളതിന് എന്താ പറയുക? ഗോട്ട് എന്നാണ് വരിക. പിന്നെ ബട്ട് ഹി ബിക്കം ആംഗ്രി എന്നാണ്. ബിക്കം എന്നുള്ളതിന് പകരം എന്താ കൊടുക്കേണ്ടത്? ബിക്കെയും എന്ന് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഹി ടേൺ എന്നുള്ളതിന് പകരം എന്താ കൊടുക്കുക? ടേൺഡ് എന്ന് കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് റൺ അല്ലേ. റണ്ണിലെ പാസ്റ്റ് ടെൻസ് എന്താണ് വരിക? റാൻ ആണ് വരുന്നത്. പിന്നെ സെർച്ച് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ത് വരും? സെർച്ച്ഡ് എന്ന് വരും. പിന്നെ നോബഡി ക്യാൻ ആണ്. ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് കുഡ് ആണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് ഗെറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗോട്ട് എന്നുള്ളത് ഫൈൻഡ് എന്നുള്ളതിൻ്റെ എന്താ വരിക? ഫൗണ്ട് ആണ് വരിക. ദെൻ നെക്സ്റ്റ് താങ്ക് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് ED ഫോം ചേർത്ത് കൊടുക്കുക. താങ്ക്ഡ് എന്നാവും. അപ്പോൾ ഇതിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോം വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റോറി കംപ്ലീറ്റ് ആക്കേണ്ടത്. ഷെയ്ക്ക് എന്നുള്ള ഷുക്ക്, ഗെറ്റ് ഗോട്ട്, ബിക്കം ബിക്കെയിം, ടേൺഡ്, റൺ റാൻ, ഗോ വെൻറ്റ്, ടേക്ക് ടുക്ക്, സെർച്ച് സെർച്ച്ഡ്, ഫൈൻഡ് ഫൗണ്ട്, താങ്ക്ഡ്. ഈ രീതിക്കാണ് എന്ത് ചെയ്യേണ്ടത്? അതിൻ്റെ താഴെയായിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇങ്ങനെ കോളൊക്കെ വരച്ചിട്ട് വൃത്തിയായിട്ട് എഴുതി കൊടുക്കുക. ഇനി അതിൽ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കൂടെ നോക്കുക. ഡിനോട്ട് ആൻ ആക്ഷൻ ഓർ ഇവൻറ്റ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ പാസ്റ്റ്. എക്സാമ്പിൾ ഓഫ് വേർബ് ഇൻ ദ പാസ്റ്റ് ടെൻസ്. അപ്പോൾ പാസ്റ്റ് അതായത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്നലെ അതല്ലെങ്കിൽ മിനിയാന്നൊക്കെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതാണ് ഓരോ വേർഡിൻ്റെ പാസ്റ്റ്. കുറച്ച് വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഗോ വെൻറ്റ്, ഡിഡ്, ടോൾഡ്, ഡൈ എന്നുള്ള ഡൈഡ്, റൈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് റോട്ട്, പ്ലേ എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് പ്ലേഡ്, സ്ലീപ്പ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്ലെപ്റ്റ്, ഈറ്റ് എന്നുള്ളതിൻ്റെ പാസ്റ്റ് ടെൻസ് എയ്റ്റ് അല്ലേ. ഇനി എക്സാമ്പിളോ ദ കൗ എയ്റ്റ് ഗ്രാസ്, ഐ പ്ലേഡ് വിത്ത് ഫ്രണ്ട്സ്, രാജു വെൻറ്റ് ടു പാർക്ക്. ഇതിൻ്റെ ഒക്കെ അർത്ഥം തിന്നു അല്ലേ. പശു പുല്ല് തിന്നു, ഞാൻ ഫ്രണ്ട്സുമായി കളിച്ചു, രാജു പാർക്കിലേക്ക് പോയി എന്നാണ്. മറ്റേത് പോകുന്നു എന്നായിരുന്നു നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അപ്പോൾ ഇതാണ് പാസ്റ്റ് ടെൻസ് ഫോം. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾസ് നമ്മൾ നേരത്തെ ഇതിൻ്റെ ഒരു ആൻസറും കൂടെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇതാണ് ആക്ടിവിറ്റി 4ൻ്റെ ആൻസറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഷുക്ക് കണ്ടോ. എല്ലാ ബ്രാക്കറ്റ് തന്നിരിക്കുന്ന വെർബിനും ഏത് ഫോം കൊടുക്കണം? V2 ഫോമാണ് കൊടുക്കേണ്ടത്. ഗുഡ് ഗോട്ട്, അതുപോലെ തന്നെ ഫൗണ്ട്. വായിച്ചു തരാം. വെൻ മൈ ഗ്രാൻഡ് ഫാദർ വാസ് പിക്കിംഗ് ദ ഫ്ലവേഴ്സ് അണ്ടർ ദ സാൻഡൽവുഡ് ട്രീ, ഐ വെൻറ്റ് നിയർ ഹിം ആൻഡ് ഷുക്ക് ദ ട്രീ. He got a good shower, but he became very angry. He turned to me with an angry look. I ran fast and went to the cowshed. I took a shelter in the cowshed. Everyone searched for me. Nobody could find me. My grandfather, grandmother, and all my relatives got worried. At last, my uncle found me and took me to my grandfather. My grandfather was very happy and he thanked God. അപ്പോൾ ഇതാണ് അതിൻ്റെ ആക്ടിവിറ്റി 4. ഇനി ആക്ടിവിറ്റി 5 ഒരു മെസ്സേജ് ആയിരുന്നു. ആർക്കുള്ളത്? ഗ്രാൻഡ് പാരൻസിലേക്ക് അയക്കേണ്ടതായിട്ടുള്ള മെസ്സേജ്. അതിൽ ഒന്നാമത്തതും അതുപോലെ തന്നെ
അഞ്ചാമത്തതും ലാസ്റ്റ് വണ്ണം മാത്രമേ ഗ്രാൻഡ് ഫാദർക്ക് അയക്കേണ്ടതായിട്ടുള്ള മെസ്സേജ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളൂ. അതിന് താഴെ മെസ്സേജ് അയക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. മെസ്സേജ് ടു എ ഗ്രാൻഡ് ഫാദർ ഓൺ ഗ്രാൻഡ് പാരൻസ് ഡേ. അപ്പോൾ ടു മൈ ഡിയർ ഗ്രാൻഡ് ഫാദർ, ഐ വിഷ് യു എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്, ലോങ് ലൈഫ് ആൻഡ് മേ യു ഹാവ് ഗോഡ് ബ്ലെസ്സിങ് ത്രൂ ഔട്ട്. ഐ വിഷ് ഐ കുഡ് സ്പെൻഡ് മോർ ടൈം വിത്ത് യു. വൺസ് അഗെയിൻ ഇൻ വിഷിംഗ് യു ഹാപ്പി ഗ്രാൻഡ് പാരൻസ് ഡേ. ഇവിടെ ഒരുപാട് വിഷ് കൊടുത്തിട്ടുണ്ട്. വിഷ് എന്ന് പറഞ്ഞാൽ ആഗ്രഹം. ആദ്യത്തെ ഇവിടുത്തെ വിഷ് എന്ന് പറയുന്നത് ഐ വിഷ് ഐ കുഡ് സ്പെൻഡ്, ആഗ്രഹമാണ്. ഇവിടെ രണ്ടാമത്തെ വിഷ് എന്താ പറയുന്നത്? അനുഗ്രഹം ചൊരിയാണ് അല്ലേ, ആശംസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വിഷിൻ്റെയും നമ്മളുടെ വ്യത്യാസം മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ലവ് വിനോദ് എന്നോ നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, അതിനനുസരിച്ച് കൊടുത്തു വയ്ക്കാം. ഇതാണ് ഗ്രാൻഡ് പാരൻസ് ഡേക്ക് ഒരു മെസ്സേജ് അയക്കേണ്ടത്. ദിസ് ഈസ് ദ എൻഡ് ഓഫ് അവർ ആക്ടിവിറ്റീസ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.